ഹായ് മക്കളെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മളുടെ 6ാമത്തെ ചാപ്റ്റർ വിത്ത് ദ ടൈംസ്, സമയത്തോടൊപ്പമാണ് നമുക്ക് ഇന്ന് പഠിച്ചു പോകാനായിട്ടുള്ളത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കപ്പോൾ നോക്കിയാലോ, എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ ഉഷാറായിട്ട് തന്നെ പഠിച്ചു പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ബിഫോർ നൂണും ആഫ്റ്റർ നൂണുമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നല്ലോ. ഈ 24 മണിക്കൂറുകൾ അവേഴ്സിനെ നമ്മൾ AM എന്നും PM എന്നും പറഞ്ഞ് തരം തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ടൈം ആവുമ്പോൾ 11:59 വരെ രാത്രി PM ആണ് അല്ലേ. അത് കഴിഞ്ഞ് ഒറ്റ മിനിറ്റ് കൂടി കഴിഞ്ഞാൽ എന്തായടാ, 12 മണിയായി, പിറ്റേ ദിവസമായി, എന്തായി, ന്യൂ ഇയർ ആയി അല്ലെ. ഇപ്പൊ ജനുവരി 1-ാം തീയതി നമ്മൾ 12 മണിയാകുമ്പോഴാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. ഇപ്പോ നമുക്ക് മനസ്സിലായി PM AM-ലേക്ക് മാറുന്ന ടൈം പീരീഡ് എപ്പോഴാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഒന്നുകൂടി എഴുതാം. 12 AM, അതായത് രാത്രി 12 മണിക്കാണ് AM സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ AM എത്ര വരെ ആയിരിക്കും ഉണ്ടാകുക? ഉച്ചയ്ക്ക് 11:59 വരെ നമുക്ക് എന്താണ് AM എന്ന് പറയുന്ന പീരീഡ് ആണ്. അതിനുശേഷം നേരെ ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്കും എന്തിലേക്ക് കടക്കൂടാം? അത് മറ്റൊരു കളർ വെച്ച് എഴുതുന്നുണ്ട്, അതേ നോക്കിക്കോളൂ. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്കും അവന്മാര് PM ആയി മാറി. ഇനി ഇത് എത്ര മണി വരെ ഉണ്ടാകും? രാത്രി സെയിം, രാത്രി 11:59 വരെ നമുക്ക് എന്താടാ PM ആണ് വരുന്നത്. അപ്പോ രാത്രി സമയമാണ് PM-നെ കണക്കാക്കുന്നത്. AM എന്ന് പറയുമ്പോൾ ഏകദേശം പകൽ ടൈം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ AM PM ആ പറയുന്ന കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്. നേരെ നമ്മളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുവാണ്. 7 in the morning, രാവിലെ 7 മണിയായി. അപ്പൊ നമ്മൾ എന്താ 7 AM എന്നാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. പക്ഷെ വൈകിട്ടാണെങ്കിലോ 7 in the evening, വൈകുന്നേരം 7 മണിയാണെങ്കിലോ ഇറ്റ്സ് 7 PM അല്ലേടാ. ഓക്കെ, ഇനി 9 in the night, രാത്രി 9 മണിയായി. നമ്മൾ ഏകദേശം ഫുഡ് കഴിക്കുന്ന, നമ്മുടെ ക്ലാസ് ഒക്കെ എൻഡ് ചെയ്യുന്ന ഒരു ടൈമാണ് അല്ലെ. 9 മണിയായി എന്നാൽ നമ്മൾക്ക് എന്ത് കൊടുക്കാടാ? 9 PM ആണ്, കാരണം നൈറ്റ് ആണ്. ഇനി 5 in the evening ആണെങ്കിലോ, വൈകുന്നേരം 5 മണിയാണെങ്കിലോ അതും 5 PM തന്നെയാണ് അല്ലെ. ഇനി നോക്കാം, 11:30 in the morning, പകൽ സമയമാണ്. അപ്പൊ അത് AM ആണ്, 11:30 AM അല്ലേടാ. യെസ്. ഇനി അടുത്തയിലേക്ക് കിടക്കുമ്പോൾ 9 PM ആണ്. അത് ഏതാണ്? പകലാണോ അല്ലെങ്കിൽ രാത്രിയാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 6 PM എന്ന് പറയുമ്പോൾ 6 in the evening, രാവിലത്തെ ആണോ? അല്ല, വൈകിട്ടത്തെ 6 മണിയാണ് നമ്മളോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. വൈകുന്നേരം 6 മണിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോടാ. ഇനി അടുത്തത് നോക്കിക്കേടാ, 4 AM എന്താണ്? 4 AM എന്ന് പറയുമ്പോൾ വെളുപ്പാങ്കാലം 4 മണി അല്ലെ. അത് തന്നെ, 4 in the morning, രാവിലെ 4 മണിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആണല്ലോടാ. ഇനി 11:30 PM, 11:30 PM എന്ന് പറയുമ്പോൾ രാത്രി 11:00 ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ. സോ 11:30 in the night ആണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. രാത്രിയാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന സമയം. അപ്പോൾ എക്സാമിന് ഇതേപോലെ AM-ഉം PM-ഉം കണക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളോട് ചോദ്യം ചോദിക്കും. അപ്പൊ കൃത്യമായിട്ട് തന്നെ എൻ്റെ മക്കള് ഇതേപോലെ രാത്രിയാണോ പകലാണോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് AM PM തിരിച്ച് എഴുതാനായിട്ട് പഠിക്കണം. ഓക്കെ ആണല്ലോടാ. യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഒരാളുടെ യാത്രയുടെ ഒരു കഥയാണ് പറയുന്നത്. നോക്കിക്കേടാ, ഒരാൾ ജനുവരി 7-ന് 8 AM, രാവിലെ 8 മണിയാണ് അല്ലേ. രാവിലെ മോർണിംഗ് ആണ് ഈ ഒരു പറയുന്ന ടൈം, കാരണം AM ആണ് അല്ലേ. മോർണിംഗ് 8 മണിക്ക് എന്ത് ചെയ്തു? തിരുവനന്തപുരത്ത് നിന്നും യാത്ര പുറപ്പെട്ടു. അപ്പോ തിരുവനന്തപുരത്ത് നിന്ന് പുള്ളി യാത്ര പുറപ്പെട്ട് എവിടേക്കാണ് പോകുന്നത് നോക്കി. ജനുവരി 8-ന് 3 മണിക്ക് പുള്ളി എവിടെ എത്തിയടാ? ഹൈദരാബാദിലെത്തി. ഓക്കെ, അപ്പോ Jan 7 ആണ് പുള്ളി പുറപ്പെട്ടത്. 8 AM എത്തുന്നത് എപ്പോഴാ? എവിടേക്കാ പുള്ളി പോയത്? ഹൈദരാബാദിലേക്കാണ് പോയത്. എത്തുന്നത് Jan 8, അതായത് അടുത്ത ദിവസമായി അല്ലേ. എപ്പോ? 3 PM. ഓക്കെ ആണല്ലോ. ഹൈദരാബാദിലെത്തി. അയാൾ യാത്രയ്ക്ക് എടുത്ത സമയം എത്രയാണ്? അപ്പൊ ടോട്ടൽ ഇദ്ദേഹം എത്ര മണിക്കൂർ യാത്ര ചെയ്താണ് ഹൈദരാബാദിൽ എത്തിയത് എന്നാണ് ചോദ്യം. അപ്പൊ ശ്രദ്ധിച്ചേടാ, ഇപ്പോ ഇന്ന് 8 മണി തൊട്ട് നാളെ രാവിലെ 8 മണി വരെ എത്ര സമയമുണ്ട് ആദ്യം എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താണ്? ഇന്നിപ്പോ രാവിലെ 8 മണിക്ക് നമ്മൾ പുറപ്പെടുന്നു. പിറ്റേ ദിവസം രാവിലെ 8 മണി വരെ എത്ര സമയമാണ് പുള്ളി എന്താണ് പോകാനായിട്ട് എടുത്തത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. യെസ്. അപ്പൊ നമുക്ക് ആദ്യം എഴുതാം
8 AM ടു നെക്സ്റ്റ് മോർണിംഗ് 8 AM. അതായത് ജനുവരി 7-ാം തീയതിയിലെ 8 മണിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അടുത്തയിലേക്ക് കടക്കുമ്പോൾ ജനുവരി 8-ാം തീയതി രാവിലെ 8 മണി. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. ഇപ്പൊ 8-ൽ നിന്ന് 9, 10, 11, 12, 1, 2, 3, 4, 5, 6, 7, 8. ഈ 8 ഏതാണ്? രാത്രി 8 ആണ്. അപ്പൊ 12 മണിക്കൂർ ആയില്ലേടാ. അപ്പൊ 12 മണിക്കൂറുകൾ കഴിഞ്ഞു. ഇനി വീണ്ടും അടുത്ത 12 മണിക്കൂറുകൾ കഴിഞ്ഞാലേ അടുത്ത ദിവസം 8 മണി രാവിലെ ആവുള്ളൂ അല്ലെ. അതായത് ഇന്ന് രാവിലെ 8 മണി കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ 8 മണി ആകണമെങ്കിൽ ഏകദേശം 24 മണിക്കൂറുകൾ കഴിയണം. ഒരു ദിവസം കഴിഞ്ഞില്ലേടാ. അപ്പോ 24 hours ആണ് ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത്. എത്രയാണ്? 24 hours ആണല്ലോടാ. ഇനി എത്തിയത് 8 മണിക്കാണോ? 24 hours ആണോ പുള്ളി എത്തിച്ചേർന്ന സമയം? അല്ല, 8 മണിക്കല്ല. പുള്ളി എത്ര മണിക്ക് എത്തിയുള്ളൂ? 3 PM 3 മണിക്ക് എത്തിയിട്ടുള്ളൂ അല്ലെ. അതായത് 8 മണി വരെ 24 മണിക്കൂറുകൾ കഴിഞ്ഞു. ഇനി വീണ്ടും 8-ൽ നിന്ന് നമുക്ക് എണ്ണാലോ. 3 മണി വരെ നമുക്ക് ചുമ്മാ കയ്യിൽ എണ്ണിയാൽ മതി ഇടാം. നമുക്ക് 8 കഴിഞ്ഞാൽ 9, 10, 11, 12, 1, 2, 3. നോക്കിക്കേ, 8-ൽ നിന്ന് 9-ലേക്ക് 1 മണിക്കൂർ, പിന്നെ 10, 11, 12, 1, 2, 3. 3 മണിക്ക് എത്തി. അപ്പൊ എത്ര മണിക്കൂറുകൾ വീണ്ടും വന്നു? 7 hours വീണ്ടും വന്നു അല്ലെ. അതായത് 24 മണിക്കൂറുകളും 7 മണിക്കൂറും കൂടി കൂട്ടണം അല്ലെ. അപ്പൊ 24-ഉം 7-ഉം കൂടി അങ്ങോട്ട് കൂട്ടിയെടുത്താൽ മതി. 7-ഉം 4-ഉം 11, 2-ഉം 1, 3. അപ്പൊ മൊത്തത്തിൽ 31 മണിക്കൂറുകൾ താണ്ടിയാണ് പുള്ളി എവിടെ എത്തിയത്? ഹൈദരാബാദിലേക്ക് എത്തിയത്. പിടികിട്ടിയോ? അപ്പൊ 31 hours ആണ് പുള്ളിയുടെ ട്രാവൽ ടൈം. അപ്പൊ കൃത്യമായിട്ട് തന്നെ ഈ ഒരു 24 hours ക്ലോക്ക് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ, ഇല്ലെങ്കിൽ എന്ത് പറ്റും? തെറ്റിപ്പോകും. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്തോളാം. ഇപ്പൊ ഇന്ന് 8 മണി മുതൽ നാളെ 8 മണി വരെ ഒരു ദിവസമാണ് വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് 24 hours. ക്ലിയർ ആണല്ലോടാ? ഓക്കെ ആണല്ലോ? യെസ്, ശരി. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിക്കേടാ, ഇത് ഓഫീസ് വർക്കിംഗ് ടൈമിന്റെ കാര്യമാണ്. നമ്മൾ സ്കൂൾ വർക്കിംഗ് ടൈമിന്റെ കാര്യം പറഞ്ഞില്ലേടാ, അതേപോലെ തന്നെ ഓഫീസ് വർക്കിംഗ് ടൈമിന്റെ കാര്യമാണ്. 9 മണി മുതൽ 5 മണി വരെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ തന്നെ ടോട്ടൽ അവേഴ്സ് എത്രയാണെന്ന് നോക്കണം. ടോട്ടൽ അവേഴ്സ് ശ്രദ്ധിച്ചേടാ. 9 കഴിഞ്ഞാൽ 10, 11, 12, 1, 2, 3, 4, 5. എത്രയാടാ? 8 hours ആണ് ടോട്ടൽ ഉള്ള ഓഫീസ് അവേഴ്സ്. ഓക്കെ, അതിൽ ഒരാള് പുറത്തേക്ക് ഒന്ന് പോയി. 11 മണി മുതൽ 1:30 വരെ പുള്ളി ഒന്ന് പുറത്തു പോയിട്ട് വന്നു. ഓക്കെ, 11 AM ടു 1:30 PM. അപ്പൊ പുള്ളി പുറത്തു പോയ സമയം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ബ്രേക്ക് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ബ്രേക്ക് ടൈം എത്രയാടാ? അത് വീണ്ടും ചുമ്മാ കയ്യിൽ എണ്ണി നോക്കിയാൽ മതി. 11 കഴിഞ്ഞാൽ 12, 1, 1:30ക്കാണ് പുള്ളി തിരിച്ചെത്തുന്നത് അല്ലെ. അപ്പോ 2.5 മണിക്കൂറായി. ശ്രദ്ധിച്ചേടാ, 11-ൽ നിന്നും 12 വരെ 1 മണിക്കൂറായി. വീണ്ടും 12-ൽ നിന്നും 1 വരെ വീണ്ടും അടുത്ത 1 മണിക്കൂറായി. പിന്നെ 1 മുതൽ 1:30 വരെ അടുത്ത അരമണിക്കൂറുകൾ അല്ലെങ്കിൽ 30 മിനിറ്റ് ആയി അല്ലെ. അതായത് 1, 1:30, 2.5 മണിക്കൂറാണ് പുള്ളി ബ്രേക്ക് എടുത്തത് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ പുള്ളി എത്ര നേരം ഓഫീസിൽ ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, ഹൗ ലോങ് വാസ് ദ പേഴ്സൺ ഇൻ ദ ഓഫീസ്? എത്ര നേരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ നോക്കാം? 8-ൽ നിന്നും 2.5 കുറച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോ 8 മൈനസ് അല്ലെങ്കിൽ 8 hours മൈനസ് 2.5 hours. എങ്ങനെ കണ്ടുപിടിക്കാം? 8 മണിക്കൂർ എടുക്കാം. അതിൽ നിന്ന് ആദ്യം തന്നെ 2 മണിക്കൂർ അങ്ങോട്ട് കുറയ്ക്കാം. ഇപ്പൊ എത്രയായി? 6 മണിക്കൂർ. വീണ്ടും ഒരു അരയും കൂടി കുറയ്ക്കേണ്ടേടാ. അപ്പൊ 6-ൽ നിന്നും ഒരു അരയും കൂടി കുറച്ചാൽ 5.5 മണിക്കൂറായി അല്ലേ. 5.5 മണിക്കൂറാണ് അപ്പൊ പുള്ളി എവിടെ ഉണ്ടായിരുന്നടാ? ഓഫീസിൽ ഉണ്ടായിരുന്ന ടൈം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ ഇതിനകത്ത്. ചുമ്മാ എണ്ണി നോക്കിയാൽ മതി. പക്ഷെ എണ്ണം എന്ത് ചെയ്യരുത്? തെറ്റിപ്പോകരുത്. മണിക്കൂറുകൾ എണ്ണി എടുക്കുമ്പോൾ തെറ്റിപ്പോകരുത്. ഓക്കെ, ക്ലിയർ അല്ലേടാ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമ്മുടെ 24 മണിക്കൂർ സമയത്തെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിലെ പിക്ചറോടൊക്കെ കൂടി നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു പിക്ചർ ആണ് അല്ലെ. എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ അനൗൺസ്മെന്റിൽ പറയുന്നു, passengers your kind attention please, Mangalore Express scheduled to start at 20:50 is delayed by 20 minutes and only starts at 21:10. We regret the inconvenience caused. എന്താണ് പറയുന്നത്? ഇവിടുത്തെ സമയം നോക്കിക്കേടാ. 20:50 and 21:10 അങ്ങനെ 2 സമയങ്ങൾ പറയുന്നു അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? 20 എന്ന് പറയുന്ന ഒരു സമയം നമ്മൾ പഠിച്ചിട്ടില്ല. നമുക്ക് 11, 12 വരെയുള്ളൂ. 12 കഴിഞ്ഞാൽ പിന്നെ 1 മണിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലെ. അപ്പോൾ റെയിൽവേ ക്ലോക്ക് നമുക്കൊന്ന് നോക്കിയാലോടാ. യെസ്, റെയിൽവേ ക്ലോക്ക് പരിശോധിക്കുമ്പോൾ നോക്കിക്കേടാ. ഇവിടത്തെ 12 മണി കഴിഞ്ഞാൽ നേരെ അവർ 1 മണിക്ക് പകരം എന്താടാ കൊടുക്കുന്നത്?
13 എന്നാ കൊടുക്കുന്നത്. 2 മണിക്ക് പകരം 14 എന്നാ പറയാ. 3 മണിക്ക് പകരം 15, 4 പകരം 16, 5 പകരം 17, 6 പകരം 18. അങ്ങനെയാണ് ഇവർക്ക് എന്ത് 24 hours ക്ലോക്ക് കറങ്ങി വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ കൃത്യമായിട്ടൊന്ന് നോക്കിയാൽ മതി, നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ പഠിക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 24 hour ക്ലോക്കും 12 hour ക്ലോക്കും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? 24 hour ക്ലോക്കും 12 hour ക്ലോക്കും ആണ് തന്നിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ ഓർത്താൽ മതി, 12 hourൽ നിന്ന് 24 hourലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ചോദിക്കുന്നത് എങ്കിൽ 12ൽ നിന്ന് 24ലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ പറയുന്നതെങ്കിൽ ഇതിനോട് കൂടി ഒരു 12 ആഡ് ചെയ്താൽ മതി. ഇപ്പോ 11:30 കൂടി ഒരു 12 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 23.30 അല്ലെങ്കിൽ 23:30 അല്ലെങ്കിൽ അത് കിട്ടുന്നുണ്ട് അല്ലെ. കൃത്യമായിട്ട് നമ്മുടെ ആൻസർ 24 hours ക്ലോക്കിൽ കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേടാ? കറക്റ്റ് ആണ് പറഞ്ഞ കാര്യം അല്ലെ. ഇനി 8 മണിയാണ് ഇവിടെ 24 hours ക്ലോക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ 12 hour ക്ലോക്കിലും അങ്ങനെ തന്നെയാ വരിക അല്ലെ. 8 മണി തന്നെയാണ് നമ്മളുടെ എവിടെയും വരുന്നത്. 12 hour ക്ലോക്കിലും സെയിം ആണ്. കാരണം 8 സെയിം ആണ്. 12 കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇനി 1 മണിയുടെ കാര്യം നോക്കിയിടാ. ഇവിടെ 1:30 ആണ് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു 12ൽ നിന്നും 24ലേക്ക് മാറ്റാൻ എന്ത് കൂട്ടിയാൽ മതിയിടാ? 12 അങ്ങോട്ട് കൂട്ടിയാൽ മതി. അപ്പൊ 12 1 13 അരയും. സോ 13.5 അല്ലെ. അങ്ങനെ നമുക്ക് എവിടെ കിട്ടും? നമ്മുടെ 24 hours ക്ലോക്കിൽ കിട്ടുന്നു. ഇനി അപ്പുറത്തേക്ക് പോവാണെങ്കിലോടാ, നമുക്കിനി 24 hours എങ്ങോട്ടേക്ക് പോകണം? 12 hoursലേക്ക് പോകണം. അപ്പോഴും നമുക്ക് എന്തുണ്ട്? ഒരു സൂത്രമുണ്ട്. 16.25ൽ നിന്നും 12 കുറയ്ക്കണം. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ കൂട്ടിയെങ്കിൽ തിരിച്ചു പോകാനായിട്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണം, സബ്ട്രാക്ട് ചെയ്യണം. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ 16ൽ നിന്ന് 12 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടൂടാ? 4 ആണ് കിട്ടുന്നത് അല്ലേ. സോ 4:25 ആണ് നമുക്ക് കിട്ടേണ്ടത്. എന്താണ്? 4:25. 4 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയി എന്ന് സാരം. പിടികിട്ടുന്നുണ്ടോ? 4 മണി കഴിഞ്ഞിപ്പോ 25 മിനിറ്റ് ആകുന്നു നമ്മുടെ സമയം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? സോ നമ്മളുടെ 12ൽ നിന്നും 24ലേക്ക് വരാൻ നമ്മൾ 12 പ്ലസ് ചെയ്യുന്നു. തിരിച്ചു പോകാനാണെങ്കിലോ 24ൽ നിന്നും 12ലേക്ക് പോകാനാണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഏത് നമ്പേഴ്സാ? 12 കഴിഞ്ഞ് വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ ഇത് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നോർമൽ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ജസ്റ്റ് 1 മുതൽ നമ്മളുടെ 10 വരെയാണ് കിടക്കുന്നതെങ്കിൽ 10, 11, 12 വരെയാണെങ്കിൽ നോ പ്രോബ്ലം. 12 കഴിഞ്ഞാൽ പിന്നെ എന്താ? നമുക്ക് ഈ കൂട്ടലും കുറയ്ക്കലും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേടാ? എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് ത്രൂ ദി കലണ്ടേഴ്സ്. കലണ്ടറിനെ പറ്റിയാണ് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത് അല്ലെ. നമുക്ക് ഇവിടെ 2023 ജനുവരിയിലെയും 2023 ഡിസംബറിലെയും 2 മാസങ്ങളിലെ കലണ്ടേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. ഇനി അടുത്തയിലേക്ക് കിടക്കുമ്പോൾ 2024 കൊണ്ടുവന്നിരിക്കുന്നത് ജനുവരിയും ഡിസംബറും. ഓക്കെ, യെസ്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ ലീപ് ഇയർ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നമുക്ക് ഇനി പഠിക്കാനായിട്ടുള്ളത്. എന്താണ് നമുക്ക് ലീപ് ഇയർ എന്ന് നോക്കിയാലോ. എ ഇയർ യൂഷ്വലി ഹാസ് 365 days which is 52 weeks and 1 day. 52 ആഴ്ചകളും ഒരു എക്സ്ട്രാ ദിവസവും കൂടിയാണ് നമുക്ക് 365 ദിവസം സാധാരണ വർഷങ്ങളിൽ വരുന്നത്. പക്ഷേ ഒരു ലീപ് ഇയറിൽ 366 ദിവസങ്ങളുണ്ട്. കാരണം 52 ആഴ്ചകളും 2 ദിവസങ്ങളും കൂടി ഒരു ലീപ് ഇയറിൽ എത്ര ദിവസങ്ങളുണ്ട് മക്കളെ? 366 ദിവസങ്ങൾ. അതിവർഷം എന്നാണ് നമ്മൾ ലീപ് ഇയറിനെ മലയാളത്തിൽ പറയുന്നത്. കുഴപ്പമൊന്നുമില്ലല്ലോ. എത്രയാണ്? 52 ആഴ്ചകളുണ്ട്, അതേപോലെ തന്നെ 2 ദിവസങ്ങളുമുണ്ട്. ആദ്യത്തിലാണെങ്കിൽ ഒരു ദിവസമേ ഉണ്ടായുള്ളൂ. ഈ വർഷം വരുമ്പോൾ ഒരു ദിവസം കൂടി കൂടുതലായിട്ട് വരും അല്ലെ. അപ്പൊ ഇവിടെ ഏത് മാസത്തിലാണ് ഒരു ദിവസം കൂടി വരുന്നത്? നമ്മുടെ ഫെബ്രുവരിയിലാണ് അല്ലെ. ഫെബ്രുവരിയില് 29 വരുന്നുണ്ടെങ്കിൽ അതൊരു ലീപ് ഇയർ ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? എവിടെയാണ്? ഫെബ്രുവരിയിൽ 29 ഉള്ള വർഷങ്ങൾ ലീപ് ഇയേഴ്സ് ആണ്, അതിവർഷങ്ങളാണ്. 366 ദിവസങ്ങളുണ്ട്. ഓക്കെ ആണല്ലോടാ? യെസ്. ഇനി നമ്മൾ 2024 കലണ്ടർ നോക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ എത്ര ദിവസങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. 2024 കലണ്ടറിൽ നമുക്ക് ഫെബ്രുവരി 29 കാണാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് 2024 ഒരു ലീപ് ഇയർ ആണ് എന്നാണ് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, വിച്ച് ഈസ് ദ നെക്സ്റ്റ് ലീപ് ഇയർ? 2024 ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞ അതിവർഷം ലീപ് ഇയർ. ഇനി അടുത്ത അതിവർഷം എന്ന് വരും? എന്നാ നമുക്കിനി ഫെബ്രുവരി മാസത്തിൽ ഒരു 29 കാണാൻ സാധിക്കുക. എന്നാണ്? നമുക്കൊരു 4 വർഷവും കൂടി കഴിഞ്ഞാൽ, ഒരു 4 ഇയേഴ്സും കൂടി കഴിഞ്ഞ് നമ്മളുടെ 2028 ഒരു വരവ് വരും അല്ലെ. 2028 ഇനി നമുക്ക് അടുത്ത
ഫെബ്രുവരി 29 കിട്ടുക അല്ലെങ്കിൽ അടുത്ത ലീപ്പ് ഇയർ കിട്ടുന്നത് 2028 ദാറ്റ് മീൻസ് 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയറുകൾ ഉണ്ടാകുന്നത്. അതിവർഷം കാണണമെങ്കിൽ 4 വർഷങ്ങൾ കൂട്ടി പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ 2028 കഴിഞ്ഞാൽ അടുത്തത് എപ്പോഴായിരിക്കും? 2028നോടൊപ്പം വീണ്ടും നമ്മളുടെ 4 കൂട്ടിയാൽ മതി. അപ്പൊ എത്ര കിട്ടൂടാ? നമ്മളുടെ 2032 വരുമ്പോഴായിരിക്കും എന്ത് വരുന്നത്? അടുത്ത അതിവർഷം വരുന്നത് അല്ലെ? 28 കഴിഞ്ഞാൽ 29, 30, 31, 32 4 വർഷമായല്ലേ? അങ്ങനെയാണ് നമ്മൾ കൂട്ടി പോകേണ്ടത്. ഓക്കെ, ഇനി അതിനുശേഷം which months of this year have 5 Mondays എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ കലണ്ടറിൽ നമുക്ക് എത്ര മാസങ്ങളിൽ 5 തിങ്കളാഴ്ചകൾ കാണാൻ സാധിക്കുമെന്നാണ് ചോദ്യം. അതായത് 2024 കാര്യമാണ് ചോദിച്ചേ. അപ്പൊ നമുക്ക് 2024 കടക്കാം. നോക്കിക്കേടാ, ജനുവരി മാസത്തിൽ 1, 2, 3, 4, 5 ഇവിടെ കലണ്ടർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു എന്താണ്? ജനുവരിയിൽ നമുക്ക് 5 തിങ്കളാഴ്ചകളുണ്ട്. എത്രയാണ്? ജനുവരിയിൽ 5 തിങ്കളാഴ്ചകളുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഫെബ്രുവരിയിലേക്ക് കടക്കാന്ന് വിചാരിക്കാം. ഫെബ്രുവരി 1-ാം തീയതി എന്ത് ദിവസമാടാ? വ്യാഴാഴ്ചയാണ് ഫെബ്രുവരി 1-ാം തീയതി വരുന്നത് അല്ലേ? അപ്പോ അവിടെ എന്താണ്? അവിടെ ദിവസങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ 29 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? കൃത്യമായിട്ട് 5 തിങ്കളാഴ്ചകൾ കിട്ടുന്നില്ല. പിന്നെ തൊട്ടടുത്തത് മാർച്ച് ആണ് അല്ലെ? മാർച്ചിൽ 31 ദിവസങ്ങളിലേടാ. മാർച്ചിൽ നമുക്ക് 5 തിങ്കളാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഒന്നിടവിട്ട മാസങ്ങളിലാണ് നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടുന്നേടാ? 5 തിങ്കളാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. അപ്പൊ കലണ്ടർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. കലണ്ടർ ഉണ്ടെങ്കിലേ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചേടാ, ഏതോ ഒരു വർഷത്തെ കലണ്ടർ എടുത്തു. അപ്പൊ നമ്മൾ നോക്കിയപ്പോ ആ വർഷത്തിൽ ഒക്ടോബർ മാസത്തിൽ 5 ബുധനാഴ്ചകൾ 5 വെനസ്ഡേസ് ഉണ്ടായിരുന്നു. എത്രയാടാ? 5 ബുധനാഴ്ചകൾ നമുക്ക് ആ മാസം കാണാനായിട്ട് സാധിച്ചു. എത്രയാണ്? 5 ബുധനാഴ്ചകൾ. പക്ഷേ 4 വ്യാഴാഴ്ചകളേ ഉള്ളൂ. എന്താണ് പറയുന്നത്? 5 ബുധനാഴ്ചകളും 4 വ്യാഴാഴ്ചകളും. What day of the week was the first of the October that year? അങ്ങനെയാണെങ്കിൽ ഒക്ടോബർ 1-ാം തീയതി ഏത് ദിവസമായിരുന്നു എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? 5 ബുധനാഴ്ചകൾ ഉണ്ട് അല്ലെ? ദാറ്റ് മീൻസ് നമ്മളുടെ 31 എന്ന് പറയുന്നത് ഒരു ബുധനാഴ്ചയായിരുന്നു. ലാസ്റ്റ് ഡേ ഓഫ് ദി മന്ത് ഒരു ബുധനാഴ്ചയായിരുന്നു. നമ്മളിത് കലണ്ടർ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയട്ടെ, ഇനി നമ്മൾ ബാക്കിലോട്ടാണ് പോകാൻ പോകുന്നത്. ബാക്കിലേക്കാണ് നമ്മുടെ കളി. നോക്കാം, 31 നമ്മളുടെ ഒരു ബുധനാഴ്ച. അങ്ങനെയാണെങ്കിൽ മുന്നത്തെ ബുധനാഴ്ച കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യൂടാ? ഫോർ എക്സാമ്പിൾ, ഇന്നിപ്പോ 1-ാം തീയതിയാണ്. ഇന്നിപ്പോ 1-ാം തീയതി തിങ്കളാഴ്ചയാണെന്ന് വിചാരിക്കാം. അപ്പോ 1-ാം തീയതി ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ അടുത്ത തിങ്കളാഴ്ച എത്രാം തീയതി ആയിരിക്കും എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഇന്നത്തെ തിങ്കളാഴ്ചയും അടുത്ത ആഴ്ചയും തമ്മിൽ ഒരാഴ്ചകളിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഇതിനോട് കൂടി ഒരു 7 കൂട്ടിക്കഴിഞ്ഞാൽ 8-ാം തീയതിയാണ് അടുത്ത തിങ്കളാഴ്ച അല്ലേടാ? ഉറപ്പല്ലേ? ഇനി വീണ്ടും 8നോട് കൂടെ വീണ്ടും ഒരു 7 കൂട്ടിക്കഴിഞ്ഞാൽ 15 ഇനി അടുത്ത തിങ്കളാഴ്ച വരുന്നത്. ഉറപ്പല്ലേ? അപ്പൊ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കൂട്ടി പോകണം അല്ലെ? അങ്ങനെയാണെങ്കിൽ പിന്നോട്ട് പോകാനോ ബാക്കിലോട്ട് പോകാനായിട്ട് നമ്മൾ കുറച്ച് പോയാൽ മതി. ക്ലിയർ അല്ലേടാ? കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇനി മുന്നത്തെ ബുധനാഴ്ചകൾ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇതും നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേടാ? ബാക്കിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൈനസ് ചെയ്ത് പോകേണ്ടത്. ക്ലിയർ അല്ലേ? കാര്യങ്ങൾ ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 31-ൽ നിന്ന് നമ്മൾ എന്താണ്? 7 കുറയ്ക്കാനായിട്ട് പോവാ അല്ലെ? 31-ൽ നിന്ന് നമ്മൾ 7 കുറയ്ക്കുന്നു. എത്രയാടാ കിട്ടാ? 24, 25, 26, 27, 28, 29, 30, 31. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് കിട്ടി 31-ൽ നിന്നും നമ്മൾ 7 കുറയ്ക്കുന്നു. അപ്പൊ കിട്ടുമല്ലോ നമുക്ക്? യെസ്, നമുക്ക് 24 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? യെസ്, 24 കിട്ടി. നമുക്ക് സന്തോഷമായി. ഇനി വീണ്ടും എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ബാക്കിലോട്ട് വീണ്ടും മൈനസ് ചെയ്യണം അല്ലെ? 24-ൽ നമ്മൾ വീണ്ടും 7 മൈനസ് ചെയ്യുന്നു. അപ്പൊ എത്ര കിട്ടൂടാ? 17 എന്ന് കിട്ടുന്നു. ഓക്കെ ആണല്ലോ? വീണ്ടും 17-ൽ നിന്ന് 7 കുറയ്ക്കുന്നു. അപ്പൊ എത്രയാടാ? 17-ൽ നിന്ന് 7 കുറയ്ക്കാൻ എളുപ്പമാണല്ലേ? യെസ്, 10 കിട്ടുന്നു. വീണ്ടും 10-ൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 കുറയ്ക്കുന്നു. നമുക്ക് 3 കിട്ടുന്നു. ഇപ്പൊ നമ്മൾ എവിടെ എത്തി? ഒക്ടോബർ 3-ാം തീയതി ബുധനാഴ്ചയാണ് എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ മാസത്തിൽ 1-ാം തീയതി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേടാ? 3 ബുധനാഴ്ചയാണെങ്കിൽ 2 ചൊവ്വാഴ്ചയല്ലേടാ? 1 തിങ്കളാഴ്ചയല്ലേടാ? അപ്പൊ 1-ാം തീയതി എന്ത് ദിവസമാണ്? 1-ാം തീയതി എന്ന് പറയുന്നത് ഒരു തിങ്കളാഴ്ചയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? 1-ാം തീയതി എന്ന് പറയുന്നത് ഒരു തിങ്കളാഴ്ചയായിരുന്നു. അത് ക്ലിയർ അല്ലേടാ? എന്താണ് നമ്മൾ ചെയ്തത്? ആദ്യം തന്നെ നമ്മൾ ബാക്കിലോട്ട് പോയി അല്ലെ? ആദ്യം തന്നെ 31 നോക്കിയടാ. 31 എന്ന് പറയുന്നത് ഒരു ബുധനാഴ്ചയാണ്, അല്ലെങ്കിൽ 5 ബുധനാഴ്ചകൾ ഈ മാസത്തിലുണ്ട്, ഒക്ടോബർ മാസത്തിലുണ്ട് എന്ന് നമ്മൾ ആദ്യം എഴുതി. എന്നിട്ട് അതിനുശേഷം ബാക്കിലോട്ടാണ് നമ്മൾ കുറച്ച് പോയത്. ലാസ്റ്റ് നമുക്ക് 3 കിട്ടി. 3 കിട്ടിയിട്ട് നമ്മൾ വീണ്ടും ബുധനാഴ്ച 3-ാം തീയതി ആണെങ്കിൽ 2-ാം തീയതി എന്ന് പറയുന്നത് എന്താണ്? ചൊവ്വാഴ്ചയാണ്.
1-ാം തീയതി എന്ന് പറയുന്നത് എന്താഴ്ച? തിങ്കളാഴ്ചയാണ്. അങ്ങനെ നമുക്ക് കിട്ടിയില്ലേടാ? യെസ്. അപ്പൊ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഒരു മൺഡേ ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞേക്കട്ടെ. നമ്മുടെ 24 hour ക്ലോക്ക് എന്തായാലും നോക്കിയിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ 12 AM PM പറയുന്ന കാര്യം കൃത്യമായിട്ട് തന്നെ നോക്കാം. ഓക്കെ. അതേപോലെ തന്നെ ലീപ്പ് ഇയർ എങ്ങനെയാണ് വരുന്നത്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എത്ര വർഷം കൂടുമ്പോഴാണ് ഒരു ലീപ്പ് ഇയർ ഉണ്ടാകുന്നത്, അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കാം. ഇനി ഒരു പ്രത്യേക വർഷം തന്നിട്ട് ഇത് ലീപ്പ് ഇയർ ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ടൊരു വഴിയുണ്ട്. അതും കൂടി ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു 2028 നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ 2028 എന്ന് നമ്മൾ എടുക്കുവാണ്. അതിനെ 4 വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2028 4 വെച്ചിട്ട് ഡിവിസിബിൾ ആയി പോകുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? കൃത്യമായിട്ട് തന്നിരിക്കുന്ന ഒരു ലീപ്പ് ഇയർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 20യും 28ഉം 4ന്റെ മൾട്ടിപ്പിൾസ് തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് കണ്ണുപൂട്ടി പറയാം 2028 എന്താണ്? ഒരു ലീപ്പ് ഇയർ ആണ് എന്ന് പറയാം. അല്ലാത്തപ്പോ ഇപ്പൊ 2015 എന്ന് പറയുന്ന ഒരു വർഷം തന്നിരിക്കാം. അപ്പൊ ഇവിടെ 5ലാണ് അവസാനിച്ചിരിക്കുന്നത്. 5 എന്ന് പറയുന്ന ഒരു സംഖ്യ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 4ൽ കൃത്യമായിട്ട് ഡിവിസിബിൾ ആയി പോകുന്ന ഒരു സംഖ്യയില്ല. അതുകൊണ്ട് തന്നെ എന്തല്ല? 2015 ഒരു ലീപ്പ് ഇയർ അല്ല. അങ്ങനെയും എക്സാമിന് നമുക്ക് എന്ത് ചോദിക്കണം മക്കളെ? ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതും കൂടി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ വിത്ത് ടൈംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വളരെ പ്രധാനമായിട്ട് നമ്മുടെ എക്സാമിന് വരാനിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലീപ്പ് ഇയർ, 24 hour ക്ലോക്ക്, അതേപോലെ തന്നെ AM ഉം PM ഉം. അപ്പൊ എന്റെ മക്കള് അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം, നല്ല മാർക്ക് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ.